പുതിയ പുതിയ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതും പോരാ, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചിട്ട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ യാഥാർത്ഥ്യ ബോധം കൊണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ആ ചോദ്യം. ഇതിലൊക്കെയുള്ള യാഥാർത്ഥ്യം എന്താണ്? ഒരു ഘട്ടത്തിൽ പോലും ചോദ്യങ്ങൾ പലതവണ പലയാവർത്തി തനിക്കെതിരെ വന്നിട്ടും ഇതൊന്നും നിഷേധിക്കാൻ തയ്യാറാകാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ സമ്മതിക്കുകയാണോ? ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഷഫീദ്, നേരത്തെ സമാനമായ ഒരു ഓഡിയോ പുറത്തു വന്നാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. നമ്മൾ ഈ ചാറ്റുകളും ഈ പറയുന്ന ശബ്ദശകലങ്ങളും പരിശോധിക്കുമ്പോൾ ഗർഭചിത്രം നടത്തിയതിനു ശേഷമുള്ള ഒരു സംഭാഷണമായാണോ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുന്നത്? നേരത്തെ കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ രീതിയിൽ തന്നെ അസഭ്യം വിളിയും വിരട്ടലും ഭീഷണിയും ഈ ചാറ്റിലും ശബ്ദശകലങ്ങളും തുടരുന്നുണ്ടല്ലോ ഷഫീദ. സുഹേൽ, ഉറപ്പായിട്ടുമുണ്ട്. ആ ശബ്ദരേഖ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ പിന്നീടാണ് നടക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ശബ്ദരേഖയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതിൽ ആ പെൺകുട്ടി ഒരു ഘട്ടം കഴിയുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് ഈ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് താനായിരുന്നല്ലോ, അല്ലെങ്കിൽ കുട്ടി വേണമെന്ന് പറഞ്ഞത് താനായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെന്തേ ഇങ്ങനെ മാറ്റി പറയുന്നു, തൻ്റെ സ്വഭാവം ഒരുപാട് മാറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ആ പെൺകുട്ടി പറയുന്നുണ്ട്. മാത്രമല്ല അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ അതുവരെ മറുപടി പറഞ്ഞ രീതിയിലെങ്കിലും മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാതെ ഉത്തരം മുട്ടി നിൽക്കുന്നതും നമുക്ക് ആ ശബ്ദരേഖയിൽ കേൾക്കാൻ കഴിയും, അതല്ലെങ്കിൽ അത് വ്യക്തമാണ്. ഏതായാലും ആ രീതിയിൽ ഇത് ഗർഭചിത്രത്തിന് ശേഷമാണ്. കാരണം ആ പെൺകുട്ടി ഈ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ അമ്മ പരിചയക്കാരനായ ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. അമ്മയുടെ അടക്കം മുഖത്തേക്ക് നോക്കാൻ പേടിയാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലും വല്ലാത്തൊരു ശാരീരിക അവസ്ഥയിലുമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്. സ്വാഭാവികമായും അത് ഏത് ഘട്ടത്തിലാണ് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയോട്, അതായത് ഈ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ട, കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞത് താനാണെന്നും മാത്രമല്ല അതിനുശേഷം പിന്നീട് ഇപ്പോൾ എന്തത് മാറ്റി പറയുന്നു, കുട്ടിയെ ഒഴിവാക്കാൻ പറയുന്നത് എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ പെൺകുട്ടി ഉന്നയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം മുട്ടുകയാണ്. അദ്ദേഹത്തിന് മതിയായ ഉത്തരങ്ങൾ അതില്ല, ആ ശബ്ദരേഖയിൽ വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ അവിടെയും പറയുന്നുണ്ട് കുട്ടിയെ വേണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെയാണ് അത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇതിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേർഷൻ കേൾക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. അത് അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലവിലിപ്പോൾ ഈ കേസിന്റെ അന്വേഷണം പോയ സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ വഴിയിൽ കൂടി ആയിരിക്കില്ല ഇനി ഈ അന്വേഷണം പോവുക. കാരണം കൂടുതൽ ഓഡിയോ രേഖകൾ പുറത്തേക്ക് വരുന്നുണ്ട്, കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുക ചെറിയ കാര്യമായിരിക്കില്ല. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണ് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. വി ഡി സതീശൻ അല്ലാതെ മറ്റേതെങ്കിലും നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷന്റെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സജീവമാകുന്നതിനെ കുറിച്ച് ഉറപ്പിച്ചു പറയുകയോ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്ന, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അന്ന് നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും അത് അങ്ങനെ ഒരു യോഗമല്ല എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറിയത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സജീവ സാന്നിധ്യമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പാലക്കാട്ടെ BJPയും പാലക്കാട്ടെ CPIMും ഒക്കെ കാര്യമായി ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുക അത് ശ്രദ്ധേയമാകും. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളാണ് രാഹുൽ, അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തികളെ കുറിച്ച് അറിയില്ല എന്നൊന്നും പറഞ്ഞ് കോൺഗ്രസിന് ഒഴിയാൻ കഴിയും എന്ന് തോന്നുന്നുമില്ല. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദീകരണം അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട സാഹചര്യം കൂടിയാണിത്. സുഹൈൽ, ഷഫീദ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തിറങ്ങുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ഉന്നത നേതാക്കളടക്കം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ വീണ്ടും ഫെയിമിലേക്ക് തിരികെ വരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നൊരു ഘട്ടമാണ്. അങ്ങനെ പതിയെ കളം പിടിക്കാനുള്ള ഓരോ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ആശാസമര വേദിയിലെത്തുന്നു, അവിടെയുള്ള ഉദ്ഘാടനങ്ങളിലെത്തുന്നു, പരിപാടികൾ പങ്കെടുക്കുന്നു, പൊതുയോഗങ്ങൾ പങ്കെടുക്കുന്നു. പൊതുയോഗങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ച CPM നേതാക്കളടക്കം ചില മന്ത്രിമാരടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലേക്കടക്കം പുറത്തു വന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. രാഷ്ട്രീയമായ പ്രതിരോധം ഇങ്ങനെ പതിയെ കുറഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയമായി കൂടുതൽ സേഫ് സോണിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ വരുന്നതിനിടെയാണ് വീണ്ടും ഈ ചാറ്റും ഈ പറയുന്ന പോലെ ശബ്ദശകലങ്ങളും പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കൈവിടാനാകുമോ, അത്ര എളുപ്പത്തിൽ പറഞ്ഞുകൂരാൻ പറ്റുമോ? കാരണം ഇപ്പോൾ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലില്ല, സസ്പെൻഷനിലാണ്. ആ ഒരു സസ്പെൻഷന്റെ ഡിഫൻസ് കൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമോ ഷഫീദ്?
അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ എങ്ങനെ സജീവ സാന്നിധ്യമായെന്നും എങ്ങനെ അവിടുത്തെ ഡിസിഷൻ മേക്കറായി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. മാത്രമല്ല വാർഡ് അടിസ്ഥാനത്തിൽ പോലും BJP അത് ക്യാമ്പയിനായി ഉയർത്തുന്നുണ്ട്. CPM കാര്യമായി തന്നെ ആ വിഷയം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ഭാഗമല്ല, പക്ഷേ അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആണല്ലോ എന്നുള്ള ഒരു രണ്ടാമത്തെ ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം മാത്രമായി കോൺഗ്രസിന് ഇതിൽ നിന്ന് മാറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അന്നും ഇന്നും ഈ വിഷയത്തിൽ VD സതീശനാണ് ശക്തമായ ഒരു നിലപാട്, അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. മറ്റ് നേതാക്കളൊക്കെ ആ പ്രതികരണത്തിൽ രാഹുലിനെ പൂർണ്ണമായും തള്ളുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുമില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഓഡിയോ അത് രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയുടെ മോറൽ സൈഡിനെ അടക്കം ചോദ്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ ഗർഭിണിയാക്കപ്പെട്ട് ആ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അവരോട് സംസാരിക്കുന്ന ഭാഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായും ചർച്ചയാകും. അവർ പറയുന്നുണ്ട് അവരുടെ മാനസിക പ്രശ്നങ്ങൾ, അതായത് ഗർഭിണിയാണ്, മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്നുണ്ട്, 1 മാസമല്ലേ ആയുള്ളൂ, ഇത്രയും ഡ്രാമ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഓഡിയോ സന്ദേശം അതിനകത്തുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിനെ ഗൗരവത്തിൽ കണ്ടുള്ള ചർച്ച, രാഷ്ട്രീയ ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകും. മാത്രവുമല്ല ഇക്കാര്യത്തിൽ ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളടക്കം നിർണായകമാണ്. കാരണം അന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇത്രയധികം തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്ലാന്റിങ്ങിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നീക്കങ്ങളെങ്കിൽ കൂടി അന്വേഷണ സംഘത്തിന് ഇത് വീണ് കിട്ടിയ ഒരു നിയമ വഴിയാണ്, നിയമ സാധ്യതയാണ്. അവരതിൽ പിടിച്ചു കയറും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ വിയർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.